എപ്സ്റ്റീൻ ഫയൽസ് എന്നത് ഒരു പ്രത്യേക ഫയലല്ല. ഇത് അമേരിക്കൻ ധനികനും കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ സംബന്ധിച്ച നിരവധി കോടതി രേഖകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ഇമെയിലുകൾ, ഫ്ലൈറ്റ് രേഖകൾ തുടങ്ങിയവയുടെ ഒരു വലിയ ശേഖരത്തെ സൂചിപ്പിക്കുന്ന പൊതുപേരാണ്. 1. എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് എന്താണ്? എപ്സ്റ്റീൻ നടത്തിയ ലൈംഗിക പീഡനങ്ങളും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്നുള്ള നിയമപരമായ രേഖകളുടെ സമാഹാരമാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഇതിലുൾപ്പെടുന്നത് കോടതി കേസുകളുടെ രേഖകൾ, സാക്ഷിമൊഴികൾ, അന്വേഷണ റിപ്പോർട്ടുകൾ, സ്വകാര്യ ജെറ്റ് ഫ്ലൈറ്റ് ലോഗുകൾ, ഇമെയിൽ, ഫോൺ റെക്കോർഡുകൾ, ഇരകളുടെ മൊഴികൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ. ഈ രേഖകൾ പല വർഷങ്ങളായി നടന്ന കേസുകളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും പുറത്തുവന്നവയാണ്. 2. ഈ ഫയലുകൾ എവിടെ നിന്നാണ് വന്നത്? എപ്സ്റ്റീൻ ഫയൽസ് പ്രധാനമായും 3 പ്രധാന സ്രോതസ്സുകളിൽ നിന്നാണ് ലഭിച്ചത്. 1. 2019 ഫെഡറൽ ക്രിമിനൽ കേസ്. 2019 ജൂലൈയിൽ എപ്സ്റ്റീൻ അമേരിക്കയിൽ മനുഷ്യക്കടത്തും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതുമായ കുറ്റങ്ങൾക്കായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ 2019 ഓഗസ്റ്റിൽ ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിനു പേജുകൾ പിന്നീട് പൊതുജനങ്ങൾക്ക് ലഭ്യമായി. ബി. വെർജീനിയ ജൂഫ്രി നൽകിയ സിവിൽ കേസ്. എപ്സ്റ്റീനിന്റെ പ്രധാന ഇരകളിലൊരാളായ വെർജീനിയ ജൂഫ്രി നൽകിയ കേസുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രേഖകൾ പുറത്തുവന്നത്. ഈ കേസിൽ ഉൾപ്പെട്ടത് എപ്സ്റ്റീനിന്റെ സഹായിയായിരുന്ന ഗിലെയ്ൻ മാക്സ്വെല്ലിനെതിരായ മൊഴികൾ, ഇമെയിലുകളും ഡോക്യുമെന്റുകളും. നിരവധി പ്രമുഖരുടെ പേരുകൾ. 2023-2024 കാലഘട്ടത്തിൽ കോടതി ഈ രേഖകളിൽ പലതും അടച്ചിട്ടതിൽ നിന്ന് തുറന്നുവിടാൻ ഉത്തരവിട്ടു. ഇതാണ് മാധ്യമങ്ങൾ എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് എന്ന് വിളിച്ചത്. സി. ഗിലെയ്ൻ മാക്സ്വെൽ കേസിന്റെ രേഖകൾ. എപ്സ്റ്റീനിന്റെ പ്രധാന കൂട്ടാളിയായിരുന്ന ഗിലെയ്ൻ മാക്സ്വെൽ 2021 കുറ്റക്കാരിയെന്ന് കണ്ടെത്തി. അവളുടെ വിചാരണയുമായി ബന്ധപ്പെട്ട തെളിവുകളും എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരിൽ ഉൾപ്പെടുന്നു. 3. എപ്സ്റ്റീൻ ഫയൽസിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയുണ്ട്? ഈ ഫയലുകളിൽ കാണപ്പെടുന്നത് എപ്സ്റ്റീൻ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ, ഇരകളുടെ അനുഭവങ്ങൾ, എപ്സ്റ്റീനിന്റെ സ്വത്തുക്കളുടെയും വീടുകളുടെയും വിവരങ്ങൾ, സ്വകാര്യ ജെറ്റുകളിൽ യാത്ര ചെയ്തവരുടെ ലിസ്റ്റുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, രാഷ്ട്രീയക്കാരും ബിസിനസ് നേതാക്കളുമായുള്ള ബന്ധങ്ങൾ. 4. ക്ലയന്റ് ലിസ്റ്റ് ഉണ്ടോ? ഇതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യം. എപ്സ്റ്റീൻ ഫയൽസിൽ നിരവധി പ്രശസ്തരുടെ പേരുകൾ കാണപ്പെടുന്നു. പക്ഷേ ഒരു പേരുണ്ട് എന്നതാലോൺ ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് അർത്ഥമില്ല. പലരും സാക്ഷികളായിട്ടോ ബിസിനസ് ബന്ധങ്ങളിലൂടെയോ സാധാരണ പരിചയക്കാരായിട്ടോ മാത്രമാണ് രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതുവരെ ഔദ്യോഗികമായ ഒരു എപ്സ്റ്റീൻ ക്ലയന്റ് ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. 5. ഈ ഫയലുകൾ എന്തുകൊണ്ട് പ്രധാനമാണ്? എപ്സ്റ്റീൻ ഫയൽസ് പ്രധാനമാകുന്നത് കാരണം എപ്സ്റ്റീൻ വർഷങ്ങളോളം എങ്ങനെ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്നത് വ്യക്തമാക്കുന്നു. അധികാരവും സമ്പത്തും കുറ്റകൃത്യങ്ങൾ മറയ്ക്കാൻ ഉപയോഗിച്ചതെന്ന് തെളിയിക്കുന്നു. ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള നിയമ നടപടികൾക്ക് സഹായകമാകുന്നു. നിയമവ്യവസ്ഥയിലെ പിഴവുകൾ പുറത്തുകൊണ്ടുവരുന്നു.